നമസ്കാരം. ഇന്ത്യയിലെ വൻകിട കമ്പനിയായ അദാനി പോർട്സ് ബ്രിട്ടനിലും കയ്യൊപ്പ് പതിപ്പിക്കുന്നു. ബ്രിട്ടനിലെ വലിയ തുറമുഖ ഓപ്പറേറ്ററായ അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിന്റെ ഭൂരിഭാഗം ഓഹരികളും ഏറ്റെടുക്കാൻ അദാനി നീക്കം നടത്തുകയാണ്. ABPയുടെ 64% ഓഹരികൾ വാങ്ങാനാണ് അദാനി ഗ്രൂപ്പ് ലക്ഷ്യമിടുന്നത്. ഇംഗ്ലണ്ട്, വെയിൽസ്, സ്കോട്ട്ലൻഡ് എന്നിവിടങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന 21 തുറമുഖങ്ങൾ ABPക്ക് കീഴിലുണ്ട്. ബ്രിട്ടന്റെ സമുദ്ര വ്യാപാരത്തിന്റെ 25% ABP തുറമുഖങ്ങൾ വഴിയാണ് നടക്കുന്നത്. UK-യിലെ ഏറ്റവും തിരക്കേറിയ ചരക്ക് തുറമുഖമായ ഇമ്മിംഗ്ഹാമും പ്രതിവർഷം ഏകദേശം 40 ബില്യൺ പൗണ്ട് സ്റ്റെർലിംഗ് മൂല്യമുള്ള കയറ്റുമതി കൈകാര്യം ചെയ്യുന്ന ബ്രിട്ടന്റെ പ്രമുഖ കയറ്റുമതി തുറമുഖമായ സതാംപ്ടണും ABPയുടെ ആസ്തികളിൽ ഉൾപ്പെടുന്നതാണ്. നിലവിൽ 2 കനേഡിയൻ പെൻഷൻ ഫണ്ടുകളുടെ ABPയുടെ കൈവശമുള്ള ഈ ഓഹരികൾ വിൽക്കാനായി അവർ ബാങ്കർമാരെ നിയോഗിച്ചിട്ടുണ്ട്. ഈ അവസരമാണ് അദാനി ഉപയോഗപ്പെടുത്തുന്നത്. ഇടപാട് നടക്കുന്നതോടെ ബ്രിട്ടന്റെ സുപ്രധാന തുറമുഖ കമ്പനിയുടെ ഉടമകളായി അദാനി ഗ്രൂപ്പ് മാറും. ഇന്ത്യയിൽ 15 തുറമുഖങ്ങളും ഇസ്രയേൽ, ശ്രീലങ്ക, ഓസ്ട്രേലിയ, ടാൻസാനിയ എന്നിവിടങ്ങളിൽ രാജ്യാന്തര തുറമുഖങ്ങളും അദാനി ഗ്രൂപ്പിനുണ്ട്. വിജയിച്ചാൽ അദാനിയുടെ ആദ്യത്തെ പ്രധാന ബ്രിട്ടീഷ് നിക്ഷേപമായിരിക്കും ഇത്. തുറമുഖങ്ങളിൽ അടുക്കുന്ന കപ്പലുകൾ മുതൽ ട്രെയിനുകൾ, ട്രക്കുകൾ, വെയർഹൌസുകൾ, ലോജിസ്റ്റിക് പാർക്കുകൾ, വിമാനത്താവളങ്ങൾ വരെ ലോകത്തെ കഴിയുന്നത്ര ചരക്ക് നീക്കത്തെ നിയന്ത്രിക്കാനാണ് അദാനി ശ്രമം. അസോസിയേറ്റഡ് ബ്രിട്ടീഷ് പോർട്സിന്റെ വിജയകരമായ ഏറ്റെടുക്കൽ വഴി ബ്രിട്ടന്റെ സമുദ്ര വ്യാപാരത്തിന്റെ 4/1 കൈകാര്യം ചെയ്യുന്ന അടിസ്ഥാന സൗകര്യങ്ങളിൽ അദാനിക്ക് ഇത് മേധാവിത്വം നൽകും. ഏഷ്യ, മിഡിൽ ഈസ്റ്റ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഇതിനകം വ്യാപിച്ചു കിടക്കുന്ന ഒരു ലോജിസ്റ്റിക് ശൃംഖലയ്ക്കുള്ള ഒരു പ്രധാന യൂറോപ്യൻ കവാടം കൂടിയാണിത്. ബ്രിട്ടന്റെ ഊർജ്ജ മേഖലയിലും ABP ഗ്രൂപ്പ് ശക്തമായ സാന്നിധ്യമാണ്. രാജ്യത്തെ ഓഫ് ഷോർ കാറ്റാടി മേഖലയുടെ പകുതിയിലധികം പ്രവർത്തനങ്ങളും ABP ആണ് നിയന്ത്രിക്കുന്നത്. ABPയെ ഏറ്റെടുക്കുന്നത് വഴി G7 സമ്പദ് വ്യവസ്ഥയിൽ ശക്തമായ ഒരു അടിത്തറ സൃഷ്ടിക്കാനും അദാനിക്ക് കഴിയും. ഇന്ത്യ മുതൽ ഇസ്രയേൽ, ശ്രീലങ്ക, ഓസ്ട്രേലിയ വരെ വ്യാപിച്ചു കിടക്കുന്ന അദാനിയുടെ ആഗോള തുറമുഖ ബിസിനസ്സിനെ ഇത് ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഏതൊരു വിൽപ്പനയും അതിന്റെ ഓഹരി ഉടമകൾ തീരുമാനിക്കേണ്ട കാര്യമാണെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് ABPയുടെ പ്രതികരണം പുറത്തു വന്നിട്ടുള്ളത്.